ഹായ് ഫ്രണ്ട്സ്, ഐ എം ജോസഫ് തോമസ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയോരം ഫാമിലി AC റെസ്റ്റോറൻറ്റ്. അതിൻ്റെ താഴെ സ്ഥലത്തിൻ്റെ പേര് ഇതാണ് ഈ ഇതിൻ്റെ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ബില്ല് ഒരു പേരെ കാണാത്ത തരത്തിലുള്ളൊരു ബില്ലാണ്. ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ AC റൂം റെൻറ്റ്. അതായത് ഞാനിവിടെ ഫുഡ് കഴിക്കാനുണ്ട്. ഞാനും എൻ്റെ ഫാമിലിയായിട്ട് ഇവിടെ വന്നു. ഇവിടെ ഫാമിലിയായിട്ട് വന്നു. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബില്ലിൽ AC റൂം റെൻറ്റ് എന്ന് പറഞ്ഞൊരു 100 രൂപ ബില്ലടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ബില്ല് വന്നിരിക്കുന്നത്? അവർ പറഞ്ഞു AC ചാർജാണ്. ഞാൻ അവർക്ക് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ആദ്യം പറയണമായിരുന്നു AC റെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരി, AC ഓഫ് ചെയ്യാൻ പറഞ്ഞേനെ, സിമ്പിളായിട്ട് പറഞ്ഞേനെ. പിന്നെ അതേപോലെ തന്നെ അവിടെ എഴുതി വെക്കണ്ടേ AC പേയബിൾ ആണ് എന്ന് ഒരു ബോർഡിൽ എഴുതി വെക്കണ്ടേ. ഞാൻ ഇതൊന്നുമില്ലാതെ ആ ബില്ല് കാണിക്കും. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ബില്ല് കാണിക്കും. ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ഈ കാണുന്ന റെസ്റ്റോറൻറ്റാണ്. ഓക്കെ, ഇതാണ് വഴിയോരം ഫാമിലി റെസ്റ്റോറൻറ്റ്. ഞാൻ ബില്ല് കാണിച്ചു തരാം. അതിന് മുന്നേ റെസ്റ്റോറൻറ്റിൻ്റെ റൂമൊന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അവിടെ ഇത് ഇങ്ങനെയൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, മനസ്സിലായോ? പക്ഷേ ഇങ്ങനൊരു യാതൊരു ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അവർക്ക് ഒന്ന് പറയാമായിരുന്നു. അതായത് നമുക്ക് റൂമിന് റെൻ്റ് ഉണ്ട്. ഇന്നവരെ കേരളത്തിൽ എന്തുമാത്രം റെസ്റ്റോറൻറ്റുകൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ബില്ലിൽ AC ചാർജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ബില്ലിൽ നമ്മളാരെയൊന്നും കണ്ടിട്ടുമില്ല. പക്ഷേ ഈ കാണിച്ചതിൻ്റെ പേര് വൃത്തികേടെന്നാണ്. അതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു AC ഉപയോഗിച്ചതിനാണ് 20 മിനിറ്റ് AC ഇട്ടതിന് AC റൂം റെൻ്റ് 100 റുപ്പീസ് എന്ന് ബില്ലിൽ എഴുതി വെച്ചേക്കാണ്. അപ്പം ആ ബില്ല് ജസ്റ്റ് ഞാനതോടെ കാണിക്കാം. വഴിയോരം ഫാമിലി റെസ്റ്റോറൻറ്റ്, വാകത്താനം ബിയോ ഹോട്ടൽ. ഇവിടെ AC റൂം ചാർജ് 100 റുപ്പീസ്. അതായത് ഒരു ഫ്രൈഡ് റൈസ്, ഒരു ചില്ലി ചിക്കന്, ഒരു 2 പൊറോട്ട, 2 കോഫി. റേറ്റ് വന്നിരിക്കുന്നത് 594. വഴിയോര ഫാമിലി റെസ്റ്റോറൻറ്റ്, വാകത്താനം. ഓക്കെ, അവിടെയാണ് ഇത്രയും വലിയ വൃത്തികേട്. എന്തെങ്കിലും വൃത്തി ഹൈജീനിക്കൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഓക്കെ. പടം മോശപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ്, ഫുഡാണെങ്കിൽ കൊള്ളത്തുമില്ല. ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ കസ്റ്റമറോട് ബിഹേവ് ചെയ്യുന്ന ഒരു സ്ഥാപനം. ഒരിക്കലും നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിനകത്ത് കയറത്തില്ല. ഇതൊക്കെയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ കണ്ടീഷൻ. എനിക്കൊരു സംശയം, ഇവരിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴേ കേരളത്തിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ ബില്ലിൽ ഇങ്ങനെ ഒരു 100 റുപ്പീസ് AC ചാർജ് എന്ന് പറഞ്ഞ് വരുമെന്നുള്ളത്. പമ്പിന് നേരെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. കേരളത്തിൽ എവിടെയെങ്കിലും AC ഉപയോഗിച്ചതിന് 100 റുപ്പീസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കുന്ന ബില്ലിൻ്റെ കൂട്ടത്തിൽ AC ചാർജ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഇൻഫോം ചെയ്യണം. ഇത് വഴിയോരം റെസ്റ്റോറൻറ്റിന് മാത്രം വൃത്തികേടാണോ? ഇതെന്താ അതിൻ്റെ ജെനുവിനിറ്റി എന്തെന്ന് അറിയണമല്ലോ.